അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന 27-ാമിൻ്റെ രാവിലെ ഞാൻ കണ്ട അൽഹംദുലില്ലാ വളരെ സന്തോഷമുള്ളൊരു കാഴ്ച, ഹബീബായ നബിയുടെ തിരുകേശം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഒരു രംഗം. മാഷാ അല്ലാ, പള്ളിയിലുള്ള ആളുകൾക്ക്, പള്ളിയിൽ തടിച്ചുകൂടിയ വിശ്വാസികൾക്ക് ഹബീബായ നബിയുടെ തിരുകേശം അങ്ങനെ കാണിച്ചു കൊടുക്കാം. ആളുകൾ അത് ഫോട്ടോ എടുക്കുന്നുണ്ട്, ആളുകൾ ചുംബിക്കുന്നുണ്ട്. ചില ആളുകൾ തങ്ങളുടെ കയ്യിലെ പേപ്പർ കൊണ്ട് ബർക്കത്തെടുത്തിട്ട് ആ പേപ്പർ പോലും സൂക്ഷിക്കുന്ന വളരെ സുന്ദരമായൊരു കാഴ്ച. ഇത് പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലെ ഒരു നബുലസിലുള്ള ഒരു പള്ളിയിലാണ് നൂറ്റാണ്ടുകളായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഹബീബായ നബിയുടെ തിരുകേശം. ആ 27-ാം രാവിൻ്റെ ദിവസം മാത്രമാണ് വിശ്വാസികൾക്ക് ഇത് കാണിച്ചു കൊടുക്കാം. الصلاة والسلام عليك يا رسول الله والسلام عليك يا رسول الله الصلاة 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 والسلام. ഞാൻ ഈ വീടിൻ്റെ സുഹൃത്തിന് കാണിച്ചപ്പോൾ ചോദിച്ചു, മക്കയിലും മദീനയിലും പള്ളിയിലൊന്നും ഇല്ലാത്ത തിരുകേശം എങ്ങനെയാണ് ഇവിടെയൊക്കെ കിട്ടിയത്? ഇന്നത് സ്ഥാപിക്കേണ്ടത് ശരിക്കും മക്കയിലും മദീനയിലും പള്ളിയിലല്ലേ? ഇപ്പോൾ കഴിഞ്ഞ 27-ാമിന് മക്കയിലെ പള്ളിയിൽ 4 മില്യൺ വിശ്വാസികളാണ് പങ്കെടുത്തത്. അവിടെ എവിടെയും ഒരു തിരുകേശം ഇല്ലല്ലോ. മദീനയിൽ റൗദ ഷെരീഫിൻ്റെ അടുത്ത് ഒരു തിരുകേശം സ്ഥാപിച്ചിരുന്നെങ്കിൽ ആളുകൾ വന്ന് കാണൂലേ? അപ്പോൾ ഇതൊക്കെ കള്ളത്തരമല്ലേ എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. മാഷാ അല്ലാ, എന്തൊരു സന്തോഷമാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും തിരുകേശം കണ്ണുകൊണ്ട്, ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ആളുകളുണ്ടോ എന്നെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണം. അപ്പോൾ സത്യത്തിൽ ഈ തിരുകേശം എങ്ങനെ വന്നതെന്നറിയും. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പള്ളിയിൽ ഈ ഒരു തിരുകേശം വന്നത് ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരി ആയിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ്റെ കാലത്ത് ആ പള്ളിക്ക് കൊടുത്തതാണ് ഈ ഒരു തിരുകേശം. ആ പള്ളിയിൽ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അത് ഇന്നും ഒരു മുടക്കമില്ലാതെ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, അത് 27-ാം രാവിലെ മാത്രമാണ് ആളുകൾക്ക് ഇത് പ്രദർശിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ലോകത്ത് എങ്ങനെയാണ് തിരുകേശം വന്നതെന്ന് വെച്ചാൽ, ഹബീബായ നബി ഹജ്ജത്തുൽ വിദായിൽ ഈ തലമുണ്ടനം ചെയ്തിട്ട് മുടി മുഴുവൻ സ്വഹാബികൾക്ക് വിതരണം ചെയ്തു. ആ സ്വഹാബികളിലൂടെയാണ് പിന്നീട് കൈമാറ്റം ചെയ്യപ്പെട്ട് ഈ തിരുകേശം ആളുകളുടെ കയ്യിലെത്തിയത്. അപ്പോൾ അന്ന് ഓരോ സ്വഹാബികളും ഓരോ മുടികൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഒരു മുടി തൻ്റെ തൊപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിനുശേഷം നടന്ന യുദ്ധങ്ങളിലെല്ലാം അദ്ദേഹത്തിന് അത്ഭുതപ്പെടുന്ന വിജയം കിട്ടിയിരുന്നു. വേറൊരു സഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബായ നബിയുടെ ഒരു അനുചരൻ, ഖാദിമ്, അദ്ദേഹം മരണസമയത്ത് കൊടുത്തൊരു വസിയത്ത്, എൻ്റെ നാവിൻ്റെ അടിയിൽ ഈ തിരുകേശം വെക്കണം. അങ്ങനെ വളരെ പവിത്രമായിട്ടും ബർക്കത്തെടുത്തിരുന്ന ഒരു ചരിത്രമാണ് മുമ്പുണ്ടായിരുന്നത്. പിന്നീട് ഇതാണ് 1-ാം ഘട്ടം. ഈ ഒരു ഘട്ടത്തിൽ നിന്ന് സ്വഹാബികളുടെ കയ്യിലും അവരുടെ കുടുംബക്കാരുടെ കയ്യിലും ഉണ്ടായിരുന്ന ഈ തിരുകേശങ്ങൾ പിന്നീട് വന്ന ഉമവി ഭരണകൂടം അവരുടെ കയ്യിൽ നിന്നൊക്കെ സാധ്യമായതൊക്കെ ശേഖരിച്ചിട്ട് ഇത് ഡമസ്കസിലും മറ്റും സൂക്ഷിച്ചു. പിന്നീട് വന്ന അബ്ബാസി ഭരണകൂടം ഇതേപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ അനുഗ്രഹാശിരസുകളോടുകൂടി ഗ്ലാസുകൾക്കുള്ളിലാക്കിയിട്ടും വായു കടക്കാത്ത ഗ്ലാസിനുള്ളിൽ അതേപോലെ വെള്ളിപ്പാത്രങ്ങളിലൊക്കെ വളരെ പവിത്രമായിട്ട് സൂക്ഷിച്ചു. പിന്നീട് ഇത് തുർക്കി ഖലീഫമാരുടെ കൈകളിലേക്ക് ഭരണം കിട്ടിയപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം അവരിതിനെന്ത് ചെയ്തു? ഇത് മുഴുവനും ശേഖരിച്ചിട്ട് തുർക്കിയിലൊരു മ്യൂസിയം ഉണ്ടാക്കി. ടോപ്പ് കാപ്പി മ്യൂസിയം എന്നതിന് പറയാം. അവിടെ ഹബീബായ റസൂലുള്ളാഹിൻ്റെ വസ്ത്രമുണ്ട്, ചെരുപ്പുണ്ട്, വാളുണ്ട്, ഇങ്ങനെ ഒരുപാട് ഹബീബായ നബിയുടെ ആധാറുകൾ സൂക്ഷിക്കുന്ന ഒരു ടോപ്പ് കാപ്പി മ്യൂസിയം തന്നെ അവരുണ്ടാക്കി. അപ്പോൾ അവർ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ നാട്ടിലും കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ മുഗളന്മാരുടെ ഭരണകാലത്ത് ഒരു സൂഫി ഗുരുവാണ് ഇതേപോലെ തുർക്കിയിൽ നിന്നും ഒരു ആധാറ് തിരുകേശം കൊണ്ടുവന്നിട്ട് അത് കർണാടകയിലുള്ള തൻ്റെ മകൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ആ മകൻ പിന്നീട് കശ്മീരിലുള്ള ഒരു വ്യാപാരിക്ക് ഇത് വിൽക്കുന്നു. ആ വ്യാപാരിയുടെ കയ്യിൽ ഇത് ഉണ്ടെന്നറിഞ്ഞ ഔറംഗസീബ് ചക്രവർത്തി അത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ഇടുന്നു. പക്ഷേ ആളുകൾ എതിർക്കുന്നു. അങ്ങനെ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് ഹസ്രത്ത് ബാൽ മസ്ജിദ്, ആ പള്ളിയിൽ ഇന്നും അത് സൂക്ഷിക്കുന്നുണ്ട്. ഈജിപ്തിലെ ഹുസൈനി മസ്ജിദ് അവിടെയും സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ സനതുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ ഹക്കായ തിരുകേശങ്ങളാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല വ്യക്തികളുടെ കയ്യിലും തിരുകേശങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം മക്കയിലും മദീനയിലും
മദീനയിലും ഇതില്ലാതെ പോയത്? ഇത് മക്കയിലും മദീനയിലൊക്കെ യഥേഷ്ടം ഉണ്ടായിരുന്നു. ഈ ഓട്ടോമൻ സാമ്രാജ്യം തുർക്കി ഖലീഫമാരുടെ കൈ മദീനയും അടങ്ങുന്ന പ്രദേശം കിട്ടിയപ്പോൾ അവിടെയുള്ള ആസാറുകളൊക്കെ ഈ ഖലീഫമാർ സ്വീകരിച്ചിട്ട് തുർക്കി ഖലീഫയുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയതാണ്. പിന്നെ ഇന്നത്തെ ഒരു സൗദി ഭരണകൂടം അത്തരത്തിലുള്ള ആസാറുകൾ പവിത്രമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവരല്ല. അവർ ഹബീബ നബിയുടെ വീട് പോലും, ആ വീട്ടിലൊക്കെ തിരുശേഷിപ്പ് ഉണ്ടായിരുന്നു. ആ വീടൊക്കെ തകർത്തിട്ട് അവിടെ ഒരു ലൈബ്രറി ഉണ്ടാക്കിയ ടീംസാണ്. പിന്നെ അവരിൽ നിന്ന് നമ്മൾ തിരുകേശം പ്രതീക്ഷിക്കണോ? ഇതൊക്കെ പവിത്രമായിട്ട് ചെയ്താൽ, നമ്മൾ ചുംബിച്ചാൽ, ബർക്കത്തെടുത്താൽ ശിർക്കായി പോകുമോ എന്നൊക്കെ ഭയക്കുന്ന ആളുകളോ അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളോ ആണ്. ഇതിൻ്റെ പേരിൽ വ്യാജ തിരുകേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ വ്യാജ തിരുകേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലരും പ്രത്യേക സ്ഥാനം കിട്ടാനോ ആത്മീയ ചൂഷണത്തിന് വേണ്ടിയിട്ടോ ചരിത്രത്തിലും ഇതുപോലെ വ്യാജ തിരുകേശങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യം, വ്യക്തമായ സനദില്ലാത്ത ഒരു തിരുകേശത്തിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? ആദരിക്കാൻ നിൽക്കരുത്. എന്ന് കാര്യം നമ്മൾ മറ്റേ അനാദരിക്കൊന്നും വേണ്ട, ആദരിക്കാൻ നിൽക്കണ്ട. മുആവിയ റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ കൊടുത്തൊരു വസിയ്യത്ത്, ഒരു തിരുകേശം മൂപ്പരെ കയ്യിലുണ്ടായതിൻ്റെ ഖബറിൽ കൂടെ വെക്കണം. കേരളത്തിൽ കാസർഗോഡ് ഭാഗത്ത് വലിയൊരു മതസ്ഥാപനം സ്ഥാപിച്ചൊരു വലിയ മതപണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ തിരുകേശം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ തിരുകേശം വളരെ അപൂർവമായിട്ട് മാത്രമേ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുള്ളൂ. അദ്ദേഹത്തിന് ശരിയായ രീതിയിൽ സൂഫികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ തിരുകേശം ഒരൊറ്റ വസിയത്തെ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ട് തൻ്റെ സ്ഥാപനത്തിന് യാതൊരു പ്രസിദ്ധിയും വേണ്ട, യാതൊരു ചൂഷണവും വേണ്ട. ഞാൻ മരണപ്പെട്ടാൽ അതിൻ്റെ ഖബറിൽ എൻ്റെ കൂടെ വെക്കണം. ആ വസിയത്തോടു കൂടിയാണ് അദ്ദേഹം മരണപ്പെട്ടത്. നല്ല മഹാന്മാരായ ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇന്ന് പലയിടത്തും ഇത് വെച്ചിട്ട് ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. സനതുണ്ടെന്ന് അവകാശപ്പെട്ട് ഇതിൽ തന്നെ പല കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള തിരുകേശങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ അതിനെ അംഗീകരിക്കലേ ഇല്ല. ഇത്രയും നീളോ എന്നൊക്കെ ചോദിക്കും. അല്ലാഹു പോലെ നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം കിട്ടിയവരുണ്ടെങ്കിലൊന്ന് നിങ്ങളുടെ സന്തോഷം ഒന്ന് പങ്കുവെക്കുക. അപ്പോൾ തിരുകേശം എന്നുള്ളതൊക്കെ ഹക്കായ സംഗതി തന്നെയാണ്. ഇത് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇത് ഈ ഹബീബായ നബിയുടെ കാലത്ത് തന്നെ ഇത് നബി തലമുണ്ടനം ചെയ്തപ്പോൾ കൊടുത്ത മുടികളാണ്. ചില സ്വഹാബിമാർ അതെടുത്ത് സൂക്ഷിച്ചു വെക്കുകയും അത് മുക്കിയ വെള്ളം കുടിച്ച് രോഗത്തിന് ശിഫ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ മക്കയിലും മദീനയിലും ഇല്ലല്ലോ എന്നുള്ളത് ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉള്ളതിൻ്റെ സാധൂകരണത്തിനെ നിരാകരിക്കുന്നതല്ല. അവർക്കതിൽ താല്പര്യമില്ല, അവർക്കതിൽ ഭാഗ്യമില്ല, ഹല്ലില്ല എന്നേ പറയുള്ളൂ. ഒരിക്കൽ ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ ഏർവാടിക്ക് അടുത്തൊരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഹബീബ നബിയുടെ തിരുകേശം സൂക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. പക്ഷേ അവരത് കാണിച്ചു തരുന്നത് റബീഉൽ അവ്വൽ 12 മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എത്ര വർഷത്തെ പഴക്കമുള്ളതാണെന്ന് പരിശോധിക്കാൻ DNA ടെസ്റ്റോ അല്ലെങ്കിൽ വല്ല കാർബൺ ടെസ്റ്റുകളോ ഇതൊന്നും നോക്കിയിട്ടല്ല. ഇതൊരു സനദാണ്. ഇപ്പം നമ്മൾ ഹദീസുകൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? സനദ് നോക്കിയിട്ടാണ്. അതോടൊപ്പം ഇത് സനദുണ്ടെങ്കിലാണ് ഈ ഒരു മുടികളൊക്കെ ഈ തിരുകേശങ്ങളെയൊക്കെ നമ്മൾ സ്വീകരിക്കാം. എന്തായാലും നമ്മൾ ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? അനാദരവ് നടത്തരുത്. അത് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ഇത്തരം തിരുകേശങ്ങൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക സ്ഥാനമാണെന്നും മറ്റുള്ള വിശ്വാസികൾക്കിടയിൽ നിന്ന് തങ്ങൾക്കൊരു പവിത്രത കിട്ടുമെന്ന് കരുതിയിട്ടൊക്കെയാണ് ഇതിൻ്റെ വ്യാജ പതിപ്പുകളൊക്കെ പുറത്തിറങ്ങുന്നത്. എന്തായാലും അത്തരത്തിൽ വ്യാജന്മാരെ കൂടെ എന്ത് ചെയ്യരുത്? നമ്മൾ കൂടരുത്. നമ്മൾ ഹക്കായ കാര്യങ്ങൾ കാണാം. ഈ ഒരു വീഡിയോ കണ്ടാൽ അറിയാം എത്രത്തോളം ആ മുടിക്കൊരു നീളമുണ്ട് എന്നുള്ളത്. അതോടൊപ്പം ഇതിന് മുൻപ് ഞാൻ മാസങ്ങൾക്ക് മുൻപ് ഇതേപോലെ മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. ഒരു പള്ളിയിലെ ഉസ്താദ് ഇങ്ങനെ ഇത് തിരുകേശം കാണിക്കണത് കറക്റ്റായിട്ട് കാണുമായിരുന്നു. അതിൻ്റെ നീളവും കണ്ടാൽ അറിയാം ഹബീബായ നബിയുടെ തിരുകേശം നല്ല തിളക്കമുള്ള തിരുകേശമാണ്. അതൊരിക്കലും എന്ത് ചെയ്യില്ല? നശിക്കില്ല. ചില സ്ഥലങ്ങളിൽ നശിക്കാതിരിക്കാൻ വേണ്ടി അത്തർ പുരട്ടാറുണ്ട്. അതിലേക്ക് വായു കടക്കാത്ത രീതിയിലൊരു ഗ്ലാസ്സിലാണ് ഇത് സൂക്ഷിച്ച് വെക്കൽ. ഇൻഷാ അല്ലാഹ് അപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം ലഭിച്ച ആളുകൾ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇന്നലെ മലപ്പുറം സ്വലാത്ത് നഗറിൽ 27 വലിയൊരു പ്രാർത്ഥനാ സംഘം ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത്. പോയ ആളുകൾക്ക് ഒരു പക്ഷേ അനുഭവമാണെങ്കിൽ പറയും. എൻ്റെ ഒരു സുഹൃത്ത് പോയിട്ട് വിളിച്ചിട്ട് പറയാണ്, മാഷാ അൽഹംദുലില്ലാ എന്തോ ഒരു അത്ഭുതം. ആ മനുഷ്യൻ പറയാണ്, എത്ര ആയിരക്കണക്കിന് ആളുകളാണ് മാഷയെ പങ്കെടുത്തത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നോമ്പ് തുറയും എല്ലാ കാര്യങ്ങളും. ഇപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, 27 രാവിലെ ഇന്ത്യയിലും മറ്റെവിടെയെങ്കിലും ഇതുപോലെയുള്ള പ്രാർത്ഥനാ സംഗമങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. എന്തൊരു അനുഭൂതിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമ്മളൊരു പക്ഷേ വെറുതെ വീട്ടിലിരുന്നാൽ നമ്മൾ ഉറങ്ങിപ്പോകും. നമുക്ക് അവിടെ ചെന്നിരുന്നാൽ തസ്ബീഹുകളും അദ്കാറുകളും സ്വലാത്തുകളും പ്രാർത്ഥനകളും തൗബയുമായിട്ട് കൂടാം.
അപ്പോൾ അതൊരു അവസരമാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് എന്താണ് ജനക്കൂട്ടം, എന്താണ് അതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ, അവിടെയുള്ള പ്രസംഗങ്ങൾ, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കാന്തപുരം ഉസ്താദ്, ഹൽ ബുഖാരി തങ്ങളൊക്കെ സംസാരിച്ചു. വളരെ വലിയൊരു സന്തോഷമാണ് പങ്കുവച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത്തവണ മലപ്പുറം സ്വലാത്ത് നഗറിലെ ആ 27-ാം രാവിലെ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുത്തവരുണ്ടെങ്കിൽ ആ സന്തോഷം താഴെ പങ്കുവെക്കണേ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന 27-ാം രാവിലെ പ്രത്യേക പ്രാർത്ഥനാ സംഗമം ഉണ്ടോ എന്നുള്ളതാണ്. ഈ പരിപാടി എന്നാ തുടങ്ങിയത് എന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഈ ഒരു പ്രാർത്ഥനാ സംഗമം തുടങ്ങിയത് എന്നാണെന്ന് അറിയുന്ന ആളുകളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം അതിൻ്റെ വർഷം. ഇത് പണ്ട് കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് ഇത് ഉണ്ടായത്. അപ്പോൾ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മറ്റു വല്ല അതൊരു അക്കാദമിക്കൽ പർപ്പസായ ചോദ്യമാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.